പിള്ളമാർ ധാരാളമുണ്ട്, 8 16 അതിൽ കൂടുതലുണ്ട്. പക്ഷേ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്ന ആ സംജ്ഞ 8 വീട് എന്നുള്ള പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു 8 വീടില്ല. ഒരു ചരിത്രത്തിലെ ഉമയമ്മ റാണിയുടെ 5 മക്കളിൽ 4 പേരെ തിരുവനന്തപുരത്ത് കളിപ്പാങ്കുളത്തിൽ പിള്ളമാർ മുക്കിക്കൊന്നു എന്നൊരു ചരിത്ര പഠനമുണ്ട്. ഇന്നും അത് ആവർത്തിക്കുന്നവരുണ്ട്. ഉമയമ്മ റാണി യഥാർത്ഥത്തിൽ പ്രസവിച്ചിട്ട് പോലുമില്ല, മച്ചിയായിരുന്നു എന്നുള്ള സത്യം. ഇളയടത്ത് സ്വരൂപം കൊട്ടാരക്കരയിൽ ഉണ്ടാകുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. 12-ാം നൂറ്റാണ്ടിലെ വേണാട് രേഖയിൽ കൊട്ടാരക്കര എന്നുള്ള സ്ഥലനാമം കിടപ്പുണ്ട്. കൊട്ടാരക്കര എന്നുള്ള സ്ഥലനാമം 12-ാം നൂറ്റാണ്ടിലെ വേണാട് രേഖയിൽ കിടപ്പുണ്ട്. 14-ാം നൂറ്റാണ്ടിന് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കൊട്ടാരക്കര ഉണ്ടായിരുന്നു. ആ രേഖയിൽ കൊട്ടാരക്കര മാത്രമല്ല, കടമ്പനാടുണ്ട്, മണ്ണടിയുണ്ട്, അതുപോലെ തന്നെ ആറ്റുവാശ്ശേരിയുണ്ട്, പല സ്ഥലങ്ങളുമുണ്ട്, കോട്ടാത്തലയുണ്ട്. ഇതൊക്കെ ആ രേഖയിലുണ്ട്. കൊട്ടാരക്കരയോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളും ഈ 12-ാം നൂറ്റാണ്ടിലെ രേഖയിൽ നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ എല്ലാ കാലത്തും പുനരുദ്ധാരണം ആവശ്യമാണ്. പഴയ കാലത്തെ പുനരുദ്ധാരണം ഇപ്പോഴും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പൂർവ്വധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് പലതും വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പലരും അത് സ്വീകരിക്കണമെന്നില്ല. 10 മുതൽ 12 നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ കാലം പറയാവുന്ന ഒരു കാലയളവ്. ഈ കാലയളവിൽ ധരണിവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ നെല്ലിക്കുന്നത്തിനടുത്ത് തുടന്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഭരണം നടത്തിയിരുന്നതായിട്ട് അടിസ്ഥാന രേഖ. വേണാട് രാജാവ് കൊടുക്കുന്നത് അവിടുത്തെ ചന്ദനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള നിലങ്ങൾ ദാനം കൊടുക്കുകയാണ്. വേണാട് രാജാവിൻ്റെ പേര് അതിനകത്ത് പറയുന്നില്ല. തൊട്ട് പിന്നാലെ തുടന്തലേ രാജാവ് ധരണിവർമ്മൻ്റെ പേര് കിടക്കുക, ധരണിവർമ്മൻ കൊടുക്കുന്നു. പ്രദേശങ്ങളിലുള്ളവരെല്ലാം പഴയ പ്രമാണങ്ങളിൽ തുടന്തലേ ദേശമെന്നാണ് വെക്കുന്നത്. കുഗ്രാമങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഗണപതി കാണത്തില്ല. കുഗ്രാമങ്ങളിൽ ഗണപതി കണ്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ പണ്ടൊരു നഗരം ഉണ്ടെന്നാണ്. നഗരമുഖങ്ങളിലും കച്ചവട സെൻറ്ററുകളിൽ മാത്രമേ ഗണപതി ഉണ്ടാവൂ, അല്ലാതെ കുഗ്രാമങ്ങളിൽ ഗണപതി വരത്തില്ല. ശിവൻ വരും, കാളി വരും, മറ്റു പല സരസ്വതി വരും. നമസ്കാരം. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തനായ ഒരു അതിഥിയാണ് സംവാദത്തിലെത്തിയിരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ മേഖലകളിലൊക്കെ ഉള്ളവരാണ് മീഡിയ വിഷൻ അതിഥിയെ എത്തുക. ഇന്ന് ചരിത്ര ഗവേഷകനും സ്ഥലനാമ ചരിത്രകാരനുമായ ശ്രീ ഹരിക്കട്ടയിലാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചരിത്ര വസ്തുതകൾ ഒളിപ്പിച്ചിരിക്കുന്ന ആ ബഹുമാന്യ പ്രതിഭയെ ഇന്നത്തെ മീഡിയ വിഷൻ സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഈ ചരിത്ര ഗവേഷണം, അതുപോലെ സ്ഥലനാമ ചരിത്ര പഠനം എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടെ? അത് വളരെ യാദൃശ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന കരിയർ മാഗസിൻ 85 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ചരിത്ര പങ്ക്തി കൈകാര്യം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. കുറച്ച് പുസ്തകങ്ങൾ മേടിച്ചു. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി കുറേ പങ്ക്തികൾ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ഈ ചരിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജേർണലിസ്റ്റിക് വർക്ക് എന്ന നിലയിലാണ് അത് തുടങ്ങിയത്. അത് അങ്ങനെ പ്രമുഖ ചരിത്രകാരന്മാരുടെ കേരള ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ എനിക്കൊരു ആവേശം വന്നു. തുടർന്ന് ചരിത്ര പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതമായി. ഒരു എത്രാമത്തെ വയസ്സിലായിരിക്കും? അത് കൃത്യമായി പറഞ്ഞാൽ ഒരു 30 വയസ്സിന് മുമ്പാണ്. അതിന് ശേഷമല്ല. അതിന് ശേഷമുണ്ടായ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഒരു ഗ്യാപ്പാണ്. അതിനുശേഷം നമ്മൾ ജീവിതോപാധി എന്ന നിലയിലൊരു പ്രിൻറ്റിങ് പ്രസ്സൊക്കെ നടത്തി. അതുമായിട്ട് ആ കാലഘട്ടത്തിൽ നല്ല വായനയുണ്ട്. അതിനു മുമ്പ് ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഈ വായന എന്ന് പറഞ്ഞാൽ ഈ പ്രസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ പോവും. രാവിലെ പോയി കഴിഞ്ഞാൽ പൊതിച്ചോറുമായിട്ട് പോകുന്ന പോലെ വൈകിട്ട് ഇറങ്ങി വരും. കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ ഏറ്റവും പഴക്കമുള്ള അംഗങ്ങളിൽ 2 പേരിൽ ഒരാൾ ഞാനാണ്. അത് 2014 അവർ മലയാള മനോരമ അതൊരു ഫീച്ചർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ 2 പേര് ഏറ്റവും പഴക്കമുള്ള ഏറ്റവും അത് മറ്റൊരാൾ ഈ നമ്മുടെ തന്നെയുള്ള മുണ്ടയ്ക്കൽ ഭാഗത്തുള്ള ഒരു സുഹൃത്താണ്. എന്നേക്കാൾ ഒരല്പം കൂടെ പ്രായമുള്ള ആളാണ്. അദ്ദേഹമാണ് മറ്റൊരാൾ. ഞങ്ങൾ 2 പേരാണ് ഏറ്റവും പഴക്കമുള്ള കൊല്ലം പബ്ലിക് ലൈബ്രറിയിലെ വായനക്കാർ. ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത് വായിക്കുന്നത്. ഞാനത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കുകയും എല്ലാ ദിവസവും പോകുന്ന ഈ പ്രസ് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഈ വായന. അതുമാത്രമല്ല, അതിന് മുമ്പ് കൊല്ലത്ത് തങ്ങി നിന്ന് വളരെ കാലം ഭംഗിയുന്ന ആളുകളാണ്. എനിക്ക് കൊല്ലത്ത്
വീടുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചിയുടെ വീട് എവിടെയാണ്. അതിനുശേഷം ഞാൻ ഒരു ലോഡ്ജിലേക്ക് മാറി. ലോഡ്ജിൽ താമസിക്കുന്ന കാലത്ത് പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ജനകം വാരിക, കേരള ശബ്ദത്തിൻ്റെ ഗ്രൂപ്പിലെ എല്ലാ പ്രസിദ്ധീകരണത്തിലും ഞാൻ എഴുത്തും വരപ്പുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ തങ്ങി വയ്ക്കുകയും വായന കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ കളക്ട്രേറ്റിന് തെക്കുള്ള അവിടെ അവിടെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയുടെ പേര് TM വർഗീസ് ലൈബ്രറി. അവിടെ 5 മണി മുതൽ 8 മണി വരെ ഈ കൊല്ലം പബ്ലിക് ലൈബ്രറി തുടങ്ങുന്നതിന് മുമ്പ് അവിടെയായിരുന്നു എൻ്റെ ഒരു വിഹാര കേന്ദ്രം. അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അപ്പം വായന നിരന്തരമാവുകയും കൊല്ലത്ത് വരുന്ന എല്ലാ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളും ചിലപ്പോൾ മാസികൾ, മാഗസിൻസ് മൊത്തം എൻ്റെ റൂമിൽ വരുമായിരുന്നു. അതെല്ലാം വായിക്കുമായിരുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാഗസിനൊക്കെ വായന കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാർട്ടൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജനയുഗത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പത്രാധിപർ അന്ന് എന്നെ കൊണ്ട് ഈ പല ലേഖനങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചത്. ട്രാൻസ്ലേറ്റ് വർക്കുണ്ടായിരുന്നു. അത് പ്രമുഖ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഉദാഹരണത്തിന് ഈ ടൈംസ് മാഗസിൻ, ന്യൂസ് വീക്ക് മാഗസിൻ തുടങ്ങിയിട്ടുള്ള മാഗസിൻ വരുന്ന സാധനങ്ങൾ സ്വതന്ത്രമായിട്ട് നമുക്ക് അത് വിവർത്തനം ചെയ്യാനുള്ള അവസരം ചെയ്യും. അങ്ങനെ എഴുത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒത്തിരി ലേഖന പരമ്പരകൾ അങ്ങനെ വന്നിട്ടുണ്ട് പല പ്രസിദ്ധീകരണങ്ങളിലായിട്ട്. അതിനുശേഷം ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഗൗരവത്തിൽ വരുന്നത് 1995 കൊല്ലത്ത് ചേരിയിൽ സുകുമാരൻ നായരുടെ സാറിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ചരിത്ര ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ടായി. അത് ഒരു വലിയ സംവിധാനമാണ്. കേരളത്തിലുള്ള പ്രമുഖരായ ചരിത്രകാരന്മാരെല്ലാം MG നാരായണൻ അടക്കം, ശശിഭൂഷൺ സാർ അടക്കമുള്ള പ്രമുഖ ചരിത്രകാരന്മാരെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നീട് ആ സംഘടന കേരള ചരിത്ര ഗവേഷണ കേന്ദ്രമെന്ന് മാറ്റുകയും അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഞാൻ. അവിടെ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ എന്താണ് കേരള ചരിത്രത്തിൻ്റെ ഉപാദാനങ്ങൾ, അതിൻ്റെ സോഴ്സസ്, അതിൻ്റെ അടിസ്ഥാന രേഖകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. ചേരി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ വേണാട് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ആരായുന്നതും സംശയങ്ങൾ തീർക്കുന്നതുമായിട്ടുള്ള ഒരു ഫിഗറായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ ചേരി സുകുമാരൻ നായർ സാറിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉപയോഗിച്ച് ഞാൻ ചരിത്ര പഠനം നടത്തുക. ചേരി സുകുമാരൻ നായർ സാറിനെ മറക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു, ആ സംഘടന സെക്രട്ടറി ആയിരുന്ന ഉളിയക്കോലി കൃഷ്ണൻ. അദ്ദേഹവും എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ നൽകി, ഒരുപാട് ഡയറക്ഷൻസ് നൽകി എന്നെ സഹായിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നമ്മൾ ഈ വെറും വായനയല്ലല്ലോ ചരിത്ര ഗവേഷണം എന്ന് പറയുമ്പോൾ, നമ്മൾ വായിക്കുന്നതും അതിനപ്പുറമുള്ള കണ്ടെത്താനുള്ളൊരു അന്വേഷണമാണല്ലോ. അപ്പോൾ ആ ഒരു വായനക്രമം എങ്ങനെയാണ്? അത് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലും ചരിത്രം എഴുതണം എന്ന് എനിക്ക് ഒരു ചരിത്രകാരനാകണമെന്നോ അല്ലെങ്കിൽ സ്ഥലനാമ ചരിത്രകാരനാവണമെന്നോ ഉള്ള ഒരാഗ്രഹം അത്രയും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, കാര്യമായിട്ടില്ലായിരുന്നു. ഈ വായനയൊക്കെ കൂടി വരികയനുസരിച്ച് ചില പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാണോ എന്നൊരു സംശയം വരും. അത് വീണ്ടും ആഴത്തിൽ വായിക്കും. ഒരു പുസ്തകം കിട്ടിയാൽ ഞാൻ ഒരു തവണയല്ല വായിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങൾ പല ആവർത്തി വായിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പഠനങ്ങൾ പുസ്തകങ്ങൾ വായിക്കും. അതിൻ്റെ സോഴ്സസിലേക്ക് പോകും. ഉദാഹരണത്തിന് ഒരു ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള കേരള ചരിത്രമായിട്ടായാലും ദക്ഷിണേന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ മാത്രം പോരാ, അതിൻ്റെ സോഴ്സസ്, അതിൻ്റെ ഉറവകൾ, അതിൻ്റെ ടൂൾസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പരിധി പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പോകുമ്പോൾ ചില മുഖ്യധാരാ ചരിത്രകാരന്മാർ പറയുന്ന കാര്യങ്ങളിൽ ചില തെറ്റുകൾ എന്നല്ല, ചില പിശകുകളുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് ഒരു ആവേശം വന്നത്. അത് തിരുത്താൻ ഈ ചരിത്രകാരന്മാരെയൊക്കെ ഫോണിൽ വിളിച്ച് നമ്മൾ അത് ശരിയാണോ സാറേ, അത് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കുന്ന ഇതുണ്ടായിരുന്നു. അത് വേണാട് ചരിത്രകാരനായ ബഹുമാന്യനായ K. ശിവശങ്കരൻ നായർ സാറ് എത്ര മണിക്കൂർ വേണമെങ്കിലും തർക്കം ചോദിക്കാനും തർക്കം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കക്ഷിയുമായിട്ട് ഒരുപാട് തവണ സംസാരിക്കുകയും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എന്നെ വീട്ടിൽ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കക്ഷി പലവട്ടം ശ്രമിച്ചു. കക്ഷി എൻ്റെ ഇന്ന് പുസ്തകങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചില പുസ്തകങ്ങൾ, റയറായിട്ടുള്ള ചില പുസ്തകങ്ങൾ ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയി ചരിത്രകാരന്മാരുടെ വീടുകളിൽ പോയി, സ്റ്റാളുകളിലൊക്കെ പോയി നേരിട്ട് ഞാൻ പുസ്തകങ്ങൾ ശേഖരിച്ച് വന്ന് പഠനം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചത്. അതങ്ങനെയാണ് അതിൻ്റേതായ രീതിയിൽ ഗൗരവമായ ചരിത്ര പഠനത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ മുഖ്യധാരാ ചരിത്രത്തിലുള്ള പല മേഖലകളിലും ചില തിരുത്തലുകൾ കൊണ്ടുവരാൻ എൻ്റെ എളിയ പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. അതിന് അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ഈ MGS, അതുപോലെ ശശിഭൂഷൺ, ഇളംകുളം, ഇവരൊക്കെ ഇങ്ങനെ വിരാജിച്ചിരുന്നൊരു മേഖലയാണിത്. അവിടേക്കാണ് നമ്മളും കടന്നെത്തുന്നത്.
ഈ ഇളംകുളം കുഞ്ഞിപ്പിള്ള സാറാണ് ഇവരുടെ എല്ലാം മുന്നിൽ പോയത്. അതായത് 55-60 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന കേരള ചരിത്രത്തിന് ഒരു നടപ്പാത ഉണ്ടാക്കിയ, ഒരു വഴിത്താര ഉണ്ടാക്കിയ, ഒരു ഡയറക്ഷൻ കൊടുത്ത, എല്ലാവരുടെയും ഗുരുസ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഇളംകുളം കുഞ്ഞിപ്പിള്ള സാർ. ഒരു വലിയ വെളിച്ചമായിരുന്നു ഇളംകുളം കുഞ്ഞിപ്പിള്ള സാർ. അതിനുശേഷമാണ് ആര് വരുന്നതെന്ന് വെച്ചാൽ ഈ MG നാരായണൻ സാർ. MG നാരായണൻ അഖിലേന്ത്യാ പ്രശസ്തനായ ഇളംകുളം കുഞ്ഞിപ്പിള്ള സാറും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ആളായിരുന്നു ഈ MG നാരായണൻ സാർ. അദ്ദേഹം ഞാനും തമ്മിൽ കൊല്ലം ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് 1988 കൊല്ലത്ത് ഞങ്ങളൊരു പര്യവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് ഇവിടെ വരികയും അന്ന് അവിടെ കൊല്ലത്ത് എനിക്ക് തോന്നുന്നേ തപസ്യയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് ബാക്കിയുള്ള സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിക്കുകയും അതിനകത്ത് ശേരി സുകുമാരൻ നായർ സാറും ഞാനും ഉണ്ണികൃഷ്ണനും എല്ലാം കൂടെ ചേർന്ന് കൊല്ലം ചരിത്ര പഠനമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഒരുപാട് തർക്കങ്ങളുണ്ടായി. ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുകയും പഠനങ്ങൾ നിൽക്കുകയും വളരെ നല്ലൊരു മനുഷ്യയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും അഗാധമായി കേരള ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് വളരെ വിരളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശശിഭൂഷൺ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൂടി അടുപ്പമുള്ള കക്ഷിയാണ്, ബഹുമാന്യനാണ് കക്ഷി. ഒരുപാട് സോഴ്സസിൻ്റെ ഉടമയാണ് കക്ഷി. ഇത്രയും കൂടുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചരിത്രകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ഉറവകൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ശശിഭൂഷൺ സാറിനാണ്. ബഹുമാന്യനാണ് കക്ഷിയുടെ ഒരുപാട് ഏറ്റവും പുതിയ ഇറങ്ങിയ കണ്ടെത്തലുകളിൽ ഒരുപാട് തിരുത്തലുകൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യ ചരിത്രമല്ല, തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരുപാട് തിരുത്തലുകൾ വരുത്തുന്ന ഒരു പുസ്തകം അദ്ദേഹം ഈ അടുത്തിടെ മാതൃഭൂമി ബുക്സിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സത്യമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ 13 വർഷത്തിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, അതായത് എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് ആ ടൈം ഒരു കെട്ടുകഥയാണ് എന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലാ സ്ഥലനാമ ചരിത്രത്തിൽ കഴക്കൂട്ടവും തിരുവിതാംകൂർ ചരിത്രത്തിലെ കഥക്കൂട്ടുകളും എന്ന അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാർ യഥാർത്ഥത്തിൽ പിള്ളമാർ ധാരാളം 8 അല്ല 16 അതിൽ കൂടുതലുണ്ട്. പക്ഷേ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്ന ആ സംജ്ഞ 8 വീട് എന്നുള്ള പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു 8 വീടില്ല. 8 വീട്ടിൽ മാടമ്പിമാരുണ്ട്. 8 വീട്ടിൽ മാടമ്പിമാരും പിള്ളമാരും തമ്മിൽ യാതൊരു ബന്ധവും നമ്മൾ കാണുന്നില്ല. അത് ഈ അടുത്തിടെ ശശിഭൂഷൺ സാർ കൊണ്ടുവന്നു. ഞാനത് 13 വർഷത്തിന് മുമ്പ് എൻ്റെ സ്ഥലനാമയത്രം തിരുവനന്തപുരം ജില്ലയിൽ എടുത്തുയർത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം കോട്ടയം ജില്ലയിലും അത് ചേർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം 8 വീട്ടിൽ പിള്ളമാരെ ആവാഹിച്ച് കുടിയിരുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രം പുഴമാത് ചങ്ങനാശ്ശേരിയിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതും വീണ്ടും എഴുതേണ്ടതായിട്ട് വന്നു. ഈ ചരിത്ര വസ്തുതകൾ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒന്നാണ്. അപ്പോൾ അത് തിരുത്തപ്പെടുക എന്ന് പറയുമ്പം അംഗീകരിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വിഷയമല്ലേ? അതൊരു സത്യമാണ്. കാരണം പല അബദ്ധത, ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം പറയേണ്ടത് കേരള സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പരശുരാമൻ മഴ വെടിഞ്ഞ് ഉണ്ടാക്കിയതാണ് കേരളമെന്നുള്ളത് ഇപ്പോഴും മുഖ്യധാരാ ചരിത്രകാരന്മാരിൽ പലരും അതിൻ്റെ പിൻപറ്റി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ആർക്കിയോളജി ഒരു കാരണവശാലും അത് സമ്മതിക്കത്തില്ല. പുരാവസ്തു ശാസ്ത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് പരശുരാമനാണെന്നുള്ള കഥകൾ നമുക്കറിയാം, ഐതിഹ്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ആ കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേരളം ഉണ്ടായ കാലമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ആർക്കിയോളജിക്കൽ തെളിവ് പരിശോധിക്കുമ്പോൾ ഈ പരശുരാമ കഥയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരും. അതാണ് പുരാവസ്തു പഠനത്തിനെ നിഷേധിക്കുന്നതാണ് ഈ പറയുന്ന പരശുരാമ കഥകൾ. എന്നാലും എന്താണ് പരശുരാമ കഥയെ നിഷേധിക്കുമ്പോൾ നമുക്ക് പലർക്കും സംശയമാണ്. പരശുരാമൻ മഴ പറഞ്ഞത് പതിഞ്ഞുറഞ്ഞുപോയ ഒരു വിശ്വാസമായിട്ട് കേരളീയർക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നത് അത് ചരിത്രകാരന്മാർക്കിടയിൽ പോലും ഉണ്ട്. അതുപോലെ പല വിശ്വാസങ്ങളും, ഉദാഹരണത്തിന് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഉമയമ്മ റാണിയുടെ 5 മക്കളിൽ 4 പേരെ തിരുവനന്തപുരത്ത് കളിപ്പാങ്കുളത്തിൽ പിള്ളമാർ മുക്കിക്കൊന്നു എന്നൊരു ചരിത്ര പഠനമുണ്ട്. ഇന്നും അത് ആവർത്തിക്കുന്നവരുണ്ട്. അത് പഴയ കാലത്തുള്ള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യകാല പുസ്തകങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഉമയമ്മ റാണി യഥാർത്ഥത്തിൽ പ്രസവിച്ചിട്ട് പോലുമില്ല, മച്ചിയായിരുന്നു എന്നുള്ള സത്യം. ഉമാകേരളം, ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിൽ ഇത് കാവ്യമാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക്, ഉദാഹരണത്തിന് കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരം ഇളയടത്ത് രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ഇളയടത്ത് സ്വരൂപത്തിൻ്റെ കൊട്ടാരം നിന്ന കരയാണ് കൊട്ടാരക്കരയെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് 10-25 വർഷമായിട്ട് പറയുന്ന പലർക്കും വിശ്വസിക്കാം. എന്താ തെളിവ് എന്നാ ചോദിക്കുന്നു. എനിക്ക് പറഞ്ഞാൽ ആ തെളിവേ ഉള്ളൂ. ഇളയടത്ത് സ്വരൂപം കൊട്ടാരക്കരയിൽ ഉണ്ടാകുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. 12-ാം നൂറ്റാണ്ടിലെ വേണാട് രേഖയിൽ കൊട്ടാരക്കര എന്നുള്ള സ്ഥലനാമം കിടപ്പുണ്ട്. കൊട്ടാരക്കര എന്നുള്ള സ്ഥലനാമം 12-ാം നൂറ്റാണ്ടിലെ വേണാട് രേഖയിൽ കിടപ്പുണ്ട്.
14-ാം നൂറ്റാണ്ടിന് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ കൊട്ടാരക്കര ഉണ്ടായിരുന്നു. ആ രേഖയിൽ കൊട്ടാരക്കര മാത്രമല്ല, കടമ്പനാടുണ്ട്, മണ്ണടിയുണ്ട്, അതുപോലെ തന്നെ ആറ്റുവാശ്ശേരിയുണ്ട്, പല സ്ഥലങ്ങളുമുണ്ട്, കോട്ടാത്തലയുണ്ട്. ഇതൊക്കെ ആ രേഖയിലുണ്ട്. കൊട്ടാരക്കരയോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളും ഈ 12-ാം നൂറ്റാണ്ടിലെ രേഖയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വിവാദമായ ഒരു സംഗതിയാണല്ലോ തിരുവാനന്തപുരമാണെന്നുള്ളൊരു സ്റ്റഡി. അത് ഈ കാവ്യങ്ങളിലും കാവ്യകൽപ്പനകളിലും പഴയ വില്ലടിച്ചാമ്പാട്ടുകളിലും കഥകളികളിലും അതുപോലെയുള്ള ഈ ഫിക്ഷണൈസ് കാര്യങ്ങളിൽ, കഥാപരമായിട്ടുള്ള കാര്യങ്ങളിലും ആധ്യായികളിൽ ചരിത്ര നോവലുകളൊക്കെയാണ് ഇത് ഉള്ളത്. അടിസ്ഥാന രേഖകളിൽ അത് വരുന്നില്ല. അപ്പോൾ 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ രേഖകളിലൊക്കെ തിരുവാനന്തപുരം എന്നാണ് കിടക്കുന്നത്. രേഖകളിൽ എങ്ങനെയാണ് കിടക്കുന്നത്? ഞാൻ ആ രേഖ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥലനാമചരിത്രം തിരുവനന്തപുരം ജില്ല എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, തിരുവനന്തപുരത്തിൻ്റെ കീഴാധാരം അനന്തനല്ല ആനന്ദനാണെന്നാണ്. ഇത് ഞാൻ എഴുതുമ്പോൾ ഞാൻ പ്രമുഖ ചരിത്രകാരനായ മരിച്ചുപോയി നമ്മുടെ എൻ്റെ സുഹൃത്തും എൻ്റെ ഗുരുവുമായ ശിവശങ്കരൻ നായർ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇത് 12-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിൽ തിരുവാനന്തപുരമാണല്ലോ കിടക്കുന്നത്. ഹരി അതല്ല, 18-ാം നൂറ്റാണ്ടിലെ രേഖയിൽ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവാനന്തപുരം എന്ന് അദ്ദേഹം എന്നെ തിരുത്തിയത്. അതെല്ലാ ചരിത്രകാരന്മാർക്കും അറിയാമായിരുന്നു, രേഖകൾ പരിശോധിച്ച് നോക്കുന്നത്. പക്ഷേ അനന്ത പത്മനാഭൻ്റെ കോപത്തെ മാനിച്ചോ മറ്റോ ആയിരിക്കണം അവരാരും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാനത് എഴുതിയപ്പോൾ വളരെ വിവാദമുണ്ടായി, ചരിത്ര വസ്തുക്കളെ വളച്ചൊടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആക്ഷേപങ്ങളൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിനീലി സന്ദേശത്തിൽ പോലും ഈ പറയുന്ന തിരുവാനന്തപുരത്തിൻ്റെ രൂപത്തിലുള്ള കിടക്കുന്നത് എങ്ങനെയാണ്? ഈ ആനന്ദപുരം ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? അത് 2 വഴികളുണ്ട് അതിന്. അത് ശിവശങ്കരൻ നായർ സാറ് പറയുന്നത്, അദ്ദേഹം തിരുവാനന്തപുരം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും കക്ഷി പറയുന്നത് അതൊരു ജൈനക്ഷേത്രമാണ് അടിസ്ഥാനപരമെന്നാണ്. അതായത് തിരുവനന്തപുരത്തെ ആ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അത് അദ്ദേഹത്തിൻ്റെ അത് സംബന്ധിച്ചൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നത് അതൊരു ജൈനക്ഷേത്രമെന്നാണ്. പക്ഷേ എൻ്റെ പുസ്തകത്തിൽ ഞാൻ കാണുന്നത് ആനന്ദൻ ബുദ്ധൻ്റെ കസിൻ ബ്രദറും ബുദ്ധൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയുമായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു അത് ഒരു ബുദ്ധമത പാരമ്പര്യത്തിൽ വരുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ശിവശങ്കരൻ നായർ സാർ അത് ജൈന പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് മറ്റുള്ളവർ വിലയിരുത്തട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് ഇത് വരുന്നത്. ആനന്ദപുരം എന്നാണ് എല്ലാ രേഖകളിലും കിടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അനന്തൻകാടൊക്കെ ഫിക്ഷനാണ്, കഥകളിൽ വരുന്നതാണ്, ആഖ്യാനത്തിൽ വരുന്നതാണ്. ഈ ഒരുപാട് പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ചില സ്ഥലനാമങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കണം. ചില സ്ഥലനാമങ്ങളും ഐതിഹ്യ രൂപേണ വരുന്നതിനകത്ത് ആ രൂപത്തിലും ചരിത്ര രൂപേണ വരുന്ന കാര്യത്തിൽ ആ രൂപത്തിലും വരാറുണ്ട്. തിരുവനന്തപുരം എന്നുള്ളത് തിരുവാനന്തപുരം എന്ന് പഴയ രേഖകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ പല രേഖകളും തിരുവാനന്തപുരം എന്നുള്ളത് തിരുവനന്തപുരം എന്ന് കണ്ടിട്ടുണ്ട്. അത് രണ്ടും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായ ശാസ്ത്രങ്ങളിലും വേണാട് രേഖകളിലും മതിലക രേഖകളിലും ഒക്കെ തിരുവാനന്തപുരം കിടക്കുന്നു. എന്നാൽ മറ്റ് ചില രേഖകളിൽ തിരുവനന്തപുരമൊന്നും കുറേ പഴക്കമുള്ള രേഖകളിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പൊളിച്ചെഴുത്തായിരുന്നല്ലോ നെടുമങ്ങാട്ടെ പുലയറാണി. അത് നെടുമങ്ങാട്ടെ പുലയറാണിയുമായിട്ടുള്ള സങ്കല്പം എന്ന് വെച്ചാൽ ഇന്നും ദളിത് വിഭാഗത്തിനിടയിൽ വലിയ ആവേശപൂർവ്വം അവരംഗീകരിക്കുകയും സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ഒരു പുലയറാണി ഭരിച്ചിരുന്നു എന്നുള്ളത്. എനിക്ക് പറഞ്ഞാൽ അതേപ്പറ്റി ഞാൻ നെടുമങ്ങാട്ട് പോയി 1982 നെടുമങ്ങാട് പോയി അവിടുന്ന് കിട്ടാവുന്ന കുറേ പഴയ ചില സോവനീറും മറ്റുമൊക്കെ കുറേ പാഠങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരുപാട് പേരെ കണ്ട്, പഴയ ആളുകളെ കണ്ട് ഞാൻ പരിശോധിച്ചു. പക്ഷേ ഞാനൊരു ദളിത് വിരുദ്ധനായ ചരിത്രാന്വേഷിയൊന്നുമല്ല. പക്ഷേ എനിക്ക് അതിൻ്റെ തെളിവുകൾ കാണാൻ പറ്റുന്നില്ല. ഈ പുലയറാണി കൊക്കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണുള്ളത്. അത് അരുവിക്കര ആ ഭാഗത്താണത് വരുന്നത്. ഈ കൊക്കോതമംഗലത്ത് കൊക്കോത എന്നുള്ള പേര് ഒരു ദളിത് ശബ്ദമാണ് എന്നുള്ളത് കൊണ്ട്, അതായത് 18-19 നൂറ്റാണ്ടുകളിൽ കോത എന്ന് പറയുന്നത് ഒരു ദളിത് സ്ത്രീ ശബ്ദമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ
അത് ഒരു അവിടെ അങ്ങനെ ഒരു കൊക്കോത എന്ന് പറയുമ്പോൾ അതൊരു രാജകീയ രൂപം കൂടെ വരുന്നുണ്ട്. അതായത് ചേര രാജാക്കന്മാർക്കൊക്കെ കൊക്കോത എന്നുള്ള പേരുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം അവിടെ അങ്ങനെ ഒരു ഏത് കാലത്താണ് ഇത് ഘടിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇത് ഏത് കാലത്ത് ജീവിച്ചിരുന്നു? വേണാട് രാജവംശത്തിൻ്റെ രേഖകളിലൊന്ന് കാണേണ്ടതല്ലേ? ഈ നെടുമങ്ങാടൊക്കെ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈ കൊട്ടാരക്കരയിൽ ഇളയടത്ത് സ്വരൂപം ഭരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നെടുമങ്ങാട് ഭരിച്ചിരിക്കുന്നത് കൊട്ടാരക്കര രാജാക്കന്മാരുടെ അമ്മാവന്മാരാണ്. പേരകത്താവഴി എന്നാണ് പറയുന്നത്. പേരകത്താവഴിയുടെ ഭരണത്തിലും കീഴിലിരുന്ന ഈ നെടുമങ്ങാട് പ്രദേശം എങ്ങനെയാണ് കൊക്കോത എന്ന് പറയുന്ന റാണിയുടെ കീഴിൽ വന്നത് എന്ന്, അല്ലെങ്കിൽ ഏത് കാലത്താണ് വന്നതെന്ന് വ്യാഖ്യാനിക്കാനോ വസ്തുക്കൾ നിരത്താനോ കഴിയുന്നില്ല. കൊക്കോതെ മാർപ്പൻ എന്ന് പറയുന്ന ചേര രാജാവ് സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്നതായിട്ട് പുറനാനൂർ എന്ന് പറയുന്ന കൃതികളിൽ 2 ഇടങ്ങളിൽ പാട്ടുണ്ട്. ആ പറയുന്ന കൊക്കോതെ മാർപ്പൻ്റെ പേരിൽ നിന്നാണ് കൊക്കോത മംഗലം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. നൂറ്റാണ്ടുകളായിട്ടില്ലെങ്കിൽ ഏറെ കാലമായിട്ട് ആളുകൾ വിശ്വസിക്കുകയും അതനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളെയാണ് നമ്മൾ പുതിയതായിട്ട് പൊളിച്ചെഴുതുന്നത്. അതെ, ചരിത്രത്തിൽ എല്ലാ കാലത്തും പുനരുദ്ധാരണം ആവശ്യമാണ്. പഴയ കാലത്തെ പുനരുദ്ധാരണം ഇപ്പോഴും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പൂർവ്വധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് പലതും വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പലരും അത് സ്വീകരിക്കണമെന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്താൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം, അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം, നല്ല വായനയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവർക്ക് രേഖകൾ അടിസ്ഥാനമാണ്, മറ്റുള്ളവർക്ക് ഐതിഹ്യം അടിസ്ഥാനമാണ്. അതിൻ്റെ ഒരു വിഷയമാണുള്ളത്. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ കൊട്ടാരക്കരയിൽ ഇളയടത്ത് സ്വരൂപത്തിന് മുമ്പ് ഒരു ചരിത്രകാരന്മാരും പറയാത്ത ഒരു കാര്യം ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇളയടത്ത് സ്വരൂപം 14-ാം നൂറ്റാണ്ടിൽ അധികാരത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിന് മുമ്പ് 12-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 10 മുതൽ 12 നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ കാലം പറയാവുന്ന ഒരു കാലയളവ്. ഈ കാലയളവിൽ ധരണിവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ നെല്ലിക്കുന്നത്തിനടുത്ത് തുടന്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഭരണം നടത്തിയിരുന്നതായിട്ട് അടിസ്ഥാന രേഖ, അതായത് തിരുവല്ല ചെപ്പേട് എന്ന് പറയുന്ന ചരിത്രകാരന്മാർക്കെല്ലാം അറിയാവുന്ന ഒരു രേഖയാണ്. ആ രേഖയെക്കുറിച്ച് ഇളംകുളം പറഞ്ഞത് മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകൃതി എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകൃതിയാണ് തിരുവല്ല ചെപ്പേടെന്നാണ് ആ ചെപ്പേടിനെ ഇളംകുളം കുഞ്ഞമ്പിള്ള സാർ 60 വർഷത്തിന് മുമ്പ് വിശേഷിപ്പിച്ചുള്ളത്. ആ ചെപ്പേട് വളരെ ആധികാരികമാണ്. കേരള ചരിത്രം എഴുതുന്നവർക്ക്, കേരള ചരിത്രം പരിശോധിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അത് ഒരു കാരണവശാലും ഉപേക്ഷിക്കാനൊക്കാത്ത ഒരു അടിസ്ഥാന രേഖയാണ് ഈ പറയുന്ന ഈ തിരുവല്ല ചെപ്പേട്. തിരുവല്ല ക്ഷേത്രത്തിലേക്ക്, അന്നൊരു മഹാക്ഷേത്രമായിരുന്നു, ക്ഷേത്രത്തിലേക്ക്, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലുള്ള വിവിധ രാജവംശങ്ങൾ, ചെറിയ നാട്ടു രാജാക്കന്മാർ കൊടുക്കുന്ന ദാനവ്യവസ്ഥകൾ, പല ആവശ്യങ്ങൾക്ക്, പല ആചാരങ്ങൾക്ക്, പല അനുഷ്ഠാനങ്ങൾക്ക്, ക്ഷേത്ര ചെലവിന്, ഊണിന് അവിടെ തിരുവല്ലയിൽ ആശുപത്രി ഉണ്ടായിരുന്നു, വേദപാഠശാല ഉണ്ടായിരുന്നു, 1000-ഓളം വിദ്യാർത്ഥികളെ പഠിച്ചിരുന്ന വേദപാഠശാല ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയുള്ള ചെലവിന് വേണ്ടിയുള്ള ദാനങ്ങൾ, വളരെ വിപുലമായ ദാനവ്യവസ്ഥകൾ അടങ്ങുന്നതാണ് തിരുവല്ല ചെപ്പേട്. ഈ തിരുവല്ല ചെപ്പേടിൽ വേണാട് രാജാവ് കൊടുക്കുന്നത് അവിടുത്തെ ചന്ദനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള നിലങ്ങൾ ദാനം കൊടുക്കുകയാണ്. ചന്ദനം ചെലവിനുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള ദിനം കൊടുക്കുക. തൊട്ട് പിന്നാലെ വേണാട് രാജാവിൻ്റെ പേര് അതിനകത്ത് പറയുന്നില്ല. തൊട്ട് പിന്നാലെ തുടന്തലേ രാജാവ് ധരണിവർമ്മൻ്റെ പേര് കിടക്കുക, ധരണിവർമ്മൻ കൊടുക്കുന്നു അവിടെ. അപ്പോൾ തുടന്തലയിൽ കൊട്ടാരക്കര ഇടയടത്ത് രാജവംശം വരുന്നതിന് മുമ്പ് ഒരു രാജാവോ രാജവംശമോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം രേഖ എങ്ങനെ കിടക്കുക. ഈ തുടന്തല എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നമ്മളിപ്പോൾ കേൾക്കുന്ന തുടന്തല എന്നുള്ള ചെറിയ സ്ഥലമാണോ, അതോ വിശാലമായ ഒരു ഏരിയ ഉണ്ടോ? അത് ആ തുടന്തല ഞാനൊരു അന്വേഷണം നടത്തി നോക്കിയപ്പോൾ, ഞാനൊരു 25 വർഷത്തിന് മുമ്പ് നടത്തിയൊരു അന്വേഷണം നടത്തിയപ്പോൾ, പഴയ കാലത്ത് പ്രമാണങ്ങൾ എഴുതുന്നവർക്ക് ആ നെല്ലിക്കുന്നം പ്രദേശത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഉള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാം പഴയ പ്രമാണങ്ങളിൽ തുടന്തലൈ ദേശമെന്നാണ് വെക്കുന്നത്. അതുകൊണ്ടൊരു വളരെ വിശാലമായ സ്ഥലമായിരുന്നു എന്ന് വേണം കരുതാൻ. അതിനൊരു ആസ്ഥാനമൊക്കെ വേണ്ടി വരുന്നില്ല. അത് പലത്തിൻ്റെ ആസ്ഥാനം കണ്ടുപിടിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ വേണാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം കൊല്ലത്ത് എവിടെയായിരുന്നു എന്ന് ഇതുവരെ ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടില്ല. കൊട്ടാരക്കര തന്നെ ഇളയടത്ത് രാജാവ് താമസിച്ചിരുന്ന, രാജാക്കന്മാർ താമസിച്ചിരുന്ന യഥാർത്ഥ കൊട്ടാരം എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പലരും പല കാര്യങ്ങളാണ് പറയുന്നത്, പല ചരിത്രകാരന്മാരും പലയിടത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊടുങ്ങല്ലൂർ
ചേര രാജാക്കന്മാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു, അവിടെ കൊട്ടാരം എവിടെയായിരുന്നു, ഇതുവരെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഈ പഴയ 1000-1000-ലധികമോ വർഷം പഴക്കമുള്ള രാജവംശങ്ങളുടെ കൊട്ടാരം ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ചരിത്രകാരന്മാർ അത് ആ രൂപത്തിൽ അത് ശ്രദ്ധയിലെത്തി പഠനം നടത്തിയിട്ടുണ്ട്. ആ ഒരു പഠനം ഞാൻ എൻ്റെ കൊല്ലം ജില്ലാ സ്ഥലനാമ ചരിത്രത്തിൽ ഒരു ഭാഗത്ത് ഞാൻ ചേർത്തിട്ടുമുണ്ട്. എന്നാലും ഇന്ന് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവശേഷിപ്പുകൾ കാണത്തില്ല? അത് നടത്തണമെങ്കിൽ, ആ അവശേഷിപ്പുകൾ കാണണമെങ്കിൽ നമ്മൾ അവിടെ ഉത്ഖനനം നടത്തണം, എക്സ്കവേഷൻ നടത്തണം, ആർക്കിയോളജി വിഭാഗം നടത്തണം. അത് നടക്കത്തില്ല, അവർക്ക് ഫണ്ടില്ല, ഒരിടത്തും അത് നടക്കത്തില്ല. നടക്കുകയാണെങ്കിൽ നമ്മൾ കൊടുങ്ങല്ലൂർ പോലും പൂർണ്ണമായി എക്സ്കവേഷൻ നടത്തിയിട്ടില്ല. മുസിരീസ് എക്സ്കവേഷൻ ഇപ്പം നടക്കുന്നത് യഥാർത്ഥ മുസിരീസിലാണോ അല്ലേ എന്നുള്ള MG നാരായണൻ പോലും തർക്കിച്ചിരിക്കുക. അത് യഥാർത്ഥ മുസിരീസ് അല്ല എന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ രാജവംശം മുസിരീസിൽ നിന്ന് കുറച്ചകലെയാണ്, അതായത് കുറച്ചകലെ ആണ് കാണുന്നത് കൊടുങ്ങല്ലൂർ രാജവംശം. ഈ മുസിരീസ് എന്ന് പറഞ്ഞാൽ പട്ടണം. കൊടുങ്ങല്ലൂർ രാജാക്കന്മാർ താമസിച്ചിരുന്ന രണ്ടാം ചേര വംശം എന്ന് കുളംകുളം പറയുന്ന രാജവംശത്തിൻ്റെ കൊട്ടാരങ്ങൾ എവിടെയാണ്? മധുരകം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഭാഗത്താണ് എന്നാണ് ചിലർ പറയുന്നത്. എങ്കിലും അവിടെ കാര്യമായ പുരാവസ്തു ഖനനം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താനുള്ള ഫണ്ട് നമുക്കില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് ഈ പണത്തിൻ്റെ അപര്യാപ്തതയാണ്. ഈ പഠനത്തിനിടയിൽ പലപ്പോഴും പുതിയ സ്ഥലങ്ങളുടെ കണ്ടെത്തലുകൾ നടക്കാറുണ്ടല്ലോ. അത് പുതിയ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ കണ്ടെത്താനുണ്ട്. ഇതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല ഒരു പഴയ മാപ്പ്, ഒരു 150 വർഷം പഴക്കമുള്ള മാപ്പിനകത്ത് കുമരം പേരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കിടപ്പുണ്ട്. കുമരം പേരൂർ. ആ പത്തനംതിട്ട വടശ്ശേരിക്കര അന്വേഷിച്ച് നോക്കിയാൽ ആർക്കും കുമരം പേരൂർ അറിയത്തില്ല. അതൊരു പേരൂരെന്ന് പറയുന്ന രാജവംശം രാജാവിൻ്റെ ആസ്ഥാനമായിട്ടാണ് പൊതുവേ കാണുന്നത്. ആ കുമരം പേരൂർ അന്വേഷിച്ച് നോക്കിയപ്പോൾ ചിറ്റാർ ഭാഗത്ത് അവിടെ കുമരം പേരൂരിന്ന് പണ്ട് പേരുണ്ടായിരുന്നു ചിലർ പറയുന്നു. ഇതിൽ അമ്പിൽ എനിക്ക് തോന്നുന്ന ഒരു 10-12 കിലോമീറ്റർ കുറച്ച് അധികം ദൂരമുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മനുകുലാതിശമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മനുകുലാതിശമംഗലം അത് കരമനയാറിൻ്റെ തീരത്താണ്, വളരെ വിശിഷ്ടമാണ്. മനുകുലാതിശൻ എന്ന് പറയുന്നത് ഒരു കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ പേരാണ്. ഭാസ്കര രവിവർമ്മ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ബിരുദനാമമാണ് മനുകുലാതിശമൻ. ചില ശാസ്ത്രങ്ങളിൽ ചില രേഖകൾ അത് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥലനാമം തിരുവനന്തപുരത്ത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം വന്നപ്പോൾ ഞാൻ തിരക്കി കിടന്നു. അതായത് മറ്റൊരു സ്ഥലനാമ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് അത് കാട്ടാക്കടയാണെന്നാണ്. കാട്ടാക്കട ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ അവിടെ എങ്ങും ഇല്ല. കാട്ടാക്കടയല്ല, കരമനയാറിൻ്റെ തീരത്താണ്. ഈ കരമനയാറിൻ്റെ തീരത്തുള്ള ചരിത്രകാരന്മാരായിട്ടുള്ള അറിയപ്പെടുന്ന പലരോടും ഞാൻ ബന്ധപ്പെട്ടിട്ട് അറിയത്തില്ല. അവസാനം അത് പാപ്പനംകോടിനടുത്ത് നീറമൺ കര എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് NH ഹൈവേക്ക് ഇരുവശങ്ങളിലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് കണ്ടെത്തുകയും പ്രമാണങ്ങളിൽ നേരത്തെ തുടന്തലയുടെ കാര്യം പറഞ്ഞു, പഴയ പ്രമാണങ്ങളിൽ മാത്രം കാണുന്നതാണ്. ഇപ്പോൾ ആ നാട്ടുകാർ അത് കണ്ടെത്തി. ഈ നാട്ടുകാർ പലരും ആ സ്ഥലത്തിന് നീറമങ്കര എന്നുള്ള പേര് കൊടുത്ത് പത്രത്തിൽ പോലും വാർത്ത വരുന്നത് ഞാൻ കണ്ടു. അത് വീണ്ടെടുക്കൽ തന്നെയല്ലേ? ഒരു സ്ഥലത്തിൻ്റെ സ്ഥലനാമ ചരിത്ര പഠനത്തിലൂടെ പുറത്ത് വന്ന ഒരു സ്ഥലത്തിൻ്റെ പഴയ പേര് വീണ്ടും എടുത്ത് നാട്ടുകാർ അത് കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവിടെ നിന്നൊരു ഫോൺ കാൾ വന്നു. ആ സത്യൻ നഗറിൽ നിന്നൊരു ഫോൺ കാൾ വന്നു. ഇതുപോലെ ഞങ്ങളുടെ നാടിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു എന്ന് സാറിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ ഞാൻ കണ്ടു. ഞങ്ങൾ പഴയ പ്രമാണം പരിശോധിച്ചൊക്കെ അത് ശരിയാണെന്ന് മനസ്സിലായി. ഇനി ഞങ്ങളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണെന്ന്. ഈ 8 വീട്ടിൽ പിള്ളമാരെ എന്നുള്ളതൊരു സങ്കല്പമാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനല്ല പറഞ്ഞു. 8 വീട്ടിലെ പിള്ളമാർ സങ്കല്പമല്ല. ഈ തിരുവിതാംകൂർ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 8 അല്ല 16 അല്ല ഒരുപാട് പിള്ളമാരുണ്ട്. ഈ പിള്ളമാരുടെ ഭരണം ഈ പലരും പറയുന്ന പോലെ എപ്പോഴും ഈ തിരുവിതാംകൂർ ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള രാജാധികാരമുള്ള പിള്ളമാരായിരുന്നു. അവരെല്ലാം ഈ പറയുന്ന രാജാവിനോ റാണിമാർക്കോ എതിരായിരുന്നില്ല. ചില സമയങ്ങളിൽ അവർ ചില അധികാരങ്ങൾ പ്രയോഗിക്കുന്നേ ഉള്ളൂ. അത് 8 വീട്ടിൽ പിള്ളമാരെന്നുള്ള 8 എന്നുള്ള സബ്മിക്കകത്താണ് പ്രശ്നമുള്ളത്. അദ്ദേഹത്തിനകത്ത് പിള്ളമാർ സാരമുണ്ട്. കൊല്ലത്ത് ഒരു പിള്ളയുണ്ട്, വടയാറ്റുപിള്ള. അത് വടയാറ്റുകോട്ട എന്ന് പറഞ്ഞ സ്ഥലം വടയാറ്റുപിള്ള എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു പിള്ളയുടെ പേരിൽ നിന്ന് വന്നാണ് കൊല്ലത്തെ വടയാറ്റുപിള്ള. ആ പേരും ഈ 8 വീട്ടിൽ പിള്ളമാരുടെ പട്ടികയിലില്ലെന്ന്. ഇല്ല, ഇത് ഈ നോവലിന് വേണ്ടി ചുരുക്കിയതാണോ 8 എന്നുള്ളൊരു? അത് നോവലല്ല. അതിനു മുമ്പ് തന്നെ ഇത് പല രൂപത്തിൽ 8 വീട്ടിൽ മാടമ്പിമാരുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് ചുമ്മാ ഭാവനയുടെ പിന്നിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതേ ഉള്ളൂ. അതായത് 8 വീട്ടിൽ പിള്ളമാരില്ലെന്നല്ല പറഞ്ഞത്. പിള്ളമാർ ഒരുപാടുണ്ട്. 8ഉം 16 ഒന്നുമല്ല, ഒരുപാട് പിള്ളമാരുണ്ട്. പ്രമുഖരായ പല ഉദാഹരണം വഞ്ചിമുട്ടം പിള്ള, ഏറ്റവും പ്രമുഖനായ ഒരു പിള്ളയാണ് വഞ്ചിമുട്ടം പിള്ള. ഈ വഞ്ചിമുട്ടം പിള്ള 8 വീട്ടിൽ പിള്ളമാരുടെ പ്രഖ്യാപിതമായ പേരിലില്ല, നോവലിൻ്റെ പേരിലൊന്നും ഇല്ല.
വഞ്ചിമുട്ടൻ പിള്ളയാണ് 1721 ഈ ബ്രിട്ടീഷ് അവിടെ അഞ്ചുതെങ്ങിൽ കലാപം ഉണ്ടാക്കിയ സമയത്ത് നേതൃത്വം കൊടുത്തത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വഞ്ചിമുട്ടൻ പിള്ളയാണ്. 5 തെങ്ങ് കലാപം 1721 141 ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൊല്ലാൻ നടന്ന കലാപത്തിന് നേതൃത്വം കൊടുത്തത് വഞ്ചിമുട്ടൻ. ഈ വഞ്ചിമുട്ടൻ പിള്ളയുടെ പേര് ഈ 8 വിട്ട പിള്ളമാരുടെ ഈ പറയുന്ന കഥാഖ്യാനത്തിലില്ല. അപ്പോൾ ഈ കൊട്ടാരക്കര രാജവംശത്തെക്കുറിച്ച് അധികമൊന്നും ആൾക്കാർക്ക് അറിയപ്പെടുന്നില്ല. കൊട്ടാരക്കര എല്ലാ ഇപ്പം തന്നെ കായംകുളമായാലും ഹരിപ്പാടായാലും മറ്റ് പല സ്ഥലങ്ങളായാലും ചരിത്രമുണ്ട്, ചരിത്രം എഴുതിയിട്ടുണ്ട്. കൊട്ടാരക്കരയെ പറ്റി ആധികാരികമായ ഒരു ചരിത്രം ആരും എഴുതിയിട്ടില്ല. കൊട്ടാര രാജവംശത്തെ പറ്റിയുള്ള പഠനങ്ങൾ പലരും നടത്തിയിട്ടില്ല. പലരും അതിനുവേണ്ടി ശ്രമിച്ചു, അവർ പലരും ജീവിച്ചിരിപ്പില്ല. ആറാട്ടുപുഴ സുകുമാരൻ എന്ന് പറഞ്ഞ ആർക്കിയോളജിയിൽ ജീവനുണ്ട്. പിന്നെ കക്ഷി വളരെ കാലം ശ്രമിച്ചു, കക്ഷി പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് കുഴിതടത്തിൽ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ കക്ഷിയും കുറേ പരിശ്രമം നടത്തിയായിട്ട് എനിക്കറിയാം. ഇവർ രണ്ടുപേരും എനിക്ക് പരിചയമുള്ളവരാണ്. പക്ഷേ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ പഠനം എങ്ങനെയുള്ള തരത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ധാരാളം സാധ്യതകളും ഉള്ള കാര്യമാണ് കൊട്ടാരക്കര രാജവംശത്തിൽ. ഒരു രാജാവല്ല, പല രാജാക്കന്മാരുണ്ട്, പരമ്പരയുണ്ട്. ആ പരമ്പരയൊക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ സമഗ്രമായ ഒരു പഠനത്തിനുള്ള സാധ്യത കിടപ്പുണ്ട്. അവിടുത്തെ റാണിയെ പറ്റി കഥാപ്രസംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പലതരത്തിലുമുള്ള അത് പലതും കഥാരൂപത്തിൽ പോകുന്ന ചെയ്യുന്നത്. കഥാരൂപത്തിലും ഈ പറയുന്ന ഈ കഥാപ്രസംഗ രൂപത്തിൽ അതങ്ങ് ചരിത്രമായിട്ട് മാറും. ചരിത്രാവസ്തുക്കളായിട്ട് ആളുകൾ മാറും. അത് അങ്ങനെ ശരി. അടിസ്ഥാനപരമായിട്ട് ചരിത്രരേഖകളെ മനസ്സിലാക്കി ചെയ്യണം. ഈ പടിഞ്ഞാറ്റിങ്കര, കിഴക്കേക്കര ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളും. പടിഞ്ഞാറ്റിക്കര കിഴക്കേക്കര എന്ന് പറഞ്ഞ 2 കരകളാണ്. അത് അവിടവുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് തോന്നുന്ന കൊട്ടാരക്കര ടോളമി എന്ന് പറയുന്ന ഗ്രീക്ക് ഭൂമിശാസ്ത്രകാരൻ എൻ്റെ വിവരണത്തിനകത്ത് ഒരു പടിഞ്ഞാറൻ തുറമുഖത്തിലേക്ക് ഏറ്റവും കൂടുതൽ കുരുമുളക് കയറ്റിക്കൊണ്ട് പോകുന്ന ഇടം കൊട്ടാരക്കരയിൽ നിന്നാണ്. അവിടെ നിന്ന് കൊതുമ്പ് വള്ളങ്ങളിൽ, ചെറിയ വള്ളങ്ങളിൽ കുരുമുളക് കൊണ്ടുപോയി വലിയ തുറമുഖത്തെത്തിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ പേര്, കൊണ്ടുപോരുന്ന സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കരയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ധാന്യപ്പുര, ഇതിൻ്റെ സംഭരണശാല ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കൊട്ടാരക്കരയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാചീന സംസ്കാരം നിലനിൽക്കുന്നിടത്തെല്ലാം ഈ ശൈവസ്ഥാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നതാണ് ഈ പടിഞ്ഞാറ്റിങ്കര കിഴക്കേക്കര ഭാഗങ്ങൾ. അതുപോലെ തന്നെ മറ്റ് രസകരമായ ഒരു കാര്യം, ഈ ഗണപതി അവിടെ ശൈവസ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ ഈ ഗണപതിയുടെ ആരാധന നമ്മൾ പരിശോധിച്ച് വേണം. കുഗ്രാമങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഗണപതി കാണത്തില്ല. കുഗ്രാമങ്ങളിൽ ഗണപതി കണ്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ പണ്ടൊരു നഗരം ഉണ്ടെന്നാണ്. നഗരമുഖങ്ങളിലും കച്ചവട സെൻറ്ററുകളിൽ മാത്രമേ ഗണപതി ഉണ്ടാവൂ, അല്ലാതെ കുഗ്രാമങ്ങളിൽ ഗണപതി വരത്തില്ല. ശിവൻ വരും, കാളി വരും, മറ്റു പല സരസ്വതി പറ്റും. പക്ഷേ എന്ത് വരത്തില്ല, ഗണപതി ഒരു നഗര വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്, വാണിജ്യ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്, കച്ചവട വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ആരാധനാരൂപമാണ് ഗണപതി. അത് പഴവങ്ങാടി ഗണപതി അങ്ങനെ പറയില്ല, അത് അങ്ങാടി ഗണപതി. അത് കൊട്ടാരക്കരയിൽ വലിയൊരു കമ്പോളം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അത് അവിടെ ഈ പറയുന്ന ശൈവസ്ഥാനം അതിന് കുറച്ചുകൂടെ പഴക്കം ഒരുപക്ഷെ കൽപ്പിക്കാം. അങ്ങനെയാണ് അവിടെ ഗണപതി ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്ന് ഞാൻ കരുതുന്നത്. അല്ലാതെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇതല്ലാത്ത നഗരങ്ങളിലല്ലാതെ കച്ചവട സ്ഥാനങ്ങളിലല്ലാതെ ഒരിടത്തും ഗണപതി വരുന്നില്ല. ഉപപ്രതിഷ്ഠയായിട്ടാണ് പലയിടത്തും ഗണപതി വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, കൊല്ലം ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് MG നാരായണനുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം നഗരം ചുറ്റി ഈ അവിടെ ചരിത്ര സ്പോട്ടുകൾ കറങ്ങുമ്പോൾ അവിടെ അന്നത്തെ സെനിത്ത് തിയേറ്ററിൻ്റെ പരിസരത്ത് ഒരു ഗണപതി കോവിലുണ്ട്. ഗണപതി നട എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇരിക്കുമ്പോൾ കാറ്റ് കൊള്ളാം, നല്ല കാറ്റുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ കൽപ്പടവിലിരിക്കുമ്പോൾ MG നാരായണൻ എന്നോട് പറഞ്ഞത്, ഗണപതി ആരാധന കേരളത്തിലുണ്ടായിട്ടും 1000 വർഷമേ ആകുന്നുള്ളതാണ്. അത് പഴയ പ്രാചീന സാഹിത്യത്തിലൊന്നും ഗണപതി ആരാധന വരുന്നില്ല. പിൽക്കാലത്താണ് ഗണപതി ആരാധന വരുന്നത്. അത് ഈ റോമൻ കച്ചവടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനകത്തുള്ള റൂട്ടുകൾ കാണാൻ ഒരുപക്ഷെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കൾച്ചറാണ്, കച്ചവടത്തിൻ്റെ ഒരു കൾച്ചറിൽ നിന്നാണ് ഇത് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ പടിഞ്ഞാറ്റിങ്കര, കിഴക്കേക്കര, അതിന് നടുക്ക് കിഴക്കേ തെരുവ്. അതെ, തെരുവുണ്ട്, അവിടെ തെരുവുണ്ട്. അവിടെ മാത്രമല്ല വേറെ ഒരു കാര്യമെന്ന് വെച്ചാൽ, അവിടെ ഒരു ജൈന പാരമ്പര്യത്തെ കാണിക്കുന്ന ഒരു ഭാഗങ്ങളുണ്ട്. ആ ജടയങ്കാവില്ലേ, ജടയങ്കാവ്. ഞാൻ ഈ ജൈന പാരമ്പര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ
കാടാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലം, ആ ശബ്ദം കൊണ്ട് അതൊരു ജൈനസ്ഥാനമാണ്. അത് ആ അമ്പലപ്പുറം മുതൽ ആ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേയുടെ പാലം, പഴയ റെയിൽവേ പാലം നിൽക്കുന്ന ഭാഗം വരെ, അതിനപ്പുറത്ത് വരെ ഈ കാടാങ്കുളം കിടക്കുന്നു. ബഹുമാന്യനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറഞ്ഞാൽ അതുല്യ നടൻ്റെ വീട്ടുപേര് പോലും ഈ പറയുന്ന തരത്തിൽ ഈ ഒരു ജൈന നാമമാണ്. ഞാനത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജൈന പാരമ്പര്യത്തിൽ വരുന്ന ഒരു വീട്ടുപേരാണ് ഈ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ വീട്ടുപേരിനുള്ളത്. ആ ഭാഗങ്ങൾ, ഈ ഭാഗത്ത്, ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ആ റെയിൽവേ സ്റ്റേഷന് തെക്ക് ഭാഗത്ത് അമ്പലപ്പുറം വരെയുള്ള ഭാഗങ്ങൾ, ആ തോട്ടമുക്ക് ഭാഗം വരെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ജൈന പാരമ്പര്യത്തിൻ്റെ വെളിച്ചമുണ്ട്. പക്ഷേ തൃക്കണ്ണമംഗൽ വരുമ്പോൾ അവിടെ വൈഷ്ണവ സ്ഥാനം വരിക. അത് ഞാൻ ഊഹിക്കുന്നത് രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട്, രാമനായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലാണ് അവിടെ ആ വൈഷ്ണവ സ്ഥാനം ഉണ്ടായെന്നാണ് തൃക്കണ്ണമംഗൽ. അത് കൊട്ടാരക്കര ഇളയടത്ത് രാജാക്കന്മാർ നേരിട്ട് പണിയിച്ച അവരുടെ അമ്പലങ്ങളിലെ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് കൊട്ടാരക്കരയിലെ ഈ പറയുന്ന തൃക്കണ്ണമംഗലിലെ വൈഷ്ണവ സ്ഥാനം എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം വെളുന്നല്ലൂരിലെ ഒരു രാമക്ഷേത്രമുണ്ട്. അതും കൊട്ടാരക്കര രാജവംശത്തിൻ്റേതാണ്. വെട്ടിക്കുവല ഈ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. മറ്റൊരു ക്ഷേത്രമുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടാത്തല ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ശിലാരേഖ കിടപ്പുണ്ട്. അവിടെയും അതും ഈ പറയുന്ന കൊട്ടാരക്കര രാജവംശത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് എന്ന് വേണം കരുതാൻ. ഈ കൊട്ടാരക്കര രാജവംശത്തിൻ്റെ ഒരു ഉത്ഭവം അങ്ങനെ? കൊട്ടാരക്കര രാജവംശം അത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കും. വേണാട് എൻ്റെ ഒരു ശാഖ എന്ന നിലയിൽ ആണ് വരുന്നത്. 14-ാം നൂറ്റാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു.